ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇന്ന് നല്ല മഴയല്ലേ, എപ്പോഴും ദിവസവും നല്ല മഴയാണ്. ഇവിടുത്തെ മഴ പെയ്താലുള്ള അവസ്ഥകൾ ഞാൻ കാണിച്ചു തരാം. നല്ല പെരും മഴയാണ് ഗൈസ്. അപ്പുറത്തെ പറമ്പിലും മഴവെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. പിന്നെ റോട്ടുമ്മലും നിറഞ്ഞു പോവുകയാണ്. അതൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇപ്പുറത്തെ ഒരു പറമ്പാണ്. ആ പറമ്പിൽ മഴ പെയ്തിട്ട് വെള്ളം നിൽക്കുന്നത് എൻ്റെ കാണാൻ നല്ല രസമില്ലേ? അതാണ് ഇപ്പം കാണുന്നത്. ഞാൻ വീഡിയോ യൂട്യൂബിൽ ഇടാൻ നിൽക്കുക. ഇനി അടുത്തത് നമുക്ക് റോട്ടുമ്മലുള്ള വെള്ളം നമുക്ക് നോക്കാം. ആ ഈ റോഡിൽ ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. പിന്നെ മഴ കൊണ്ട് എല്ലാവരും തിളപ്പിച്ച് ആറിയ വെള്ളം കുടിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ പല അസുഖങ്ങളും വരുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഈ റോട്ടുമ്പത്തെ വെള്ളമൊക്കെ ഒരു തോട്ടിലാണ് ഒഴുകി പോകുന്നത്. അത് ഞാൻ അങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇവിടെ നിൽക്കുന്ന വെള്ളം. പിന്നെ ഈ പറമ്പിലും വെള്ളം നിൽക്കുന്നില്ലേ, ഇത് റോഡ്. ഈ റോഡ് നമ്മുടെ വീട് പണി നടക്കണോടത്ത് സ്ഥലത്തേക്ക് പോകാനുള്ള റോഡാണ്. ഇത് മണ്ണ് റോഡാണ് ഗൈസ്. അതാണ് ഇവിടെ വെള്ളം കെട്ടി ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഒരു തോടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. റോട്ടുമത്തെ വെള്ളമൊക്കെ ഈ തോട്ടിലാണ് ഒഴുകി വരുന്നത്. അതാണ്, ഇവിടെയാണ് തോട്. ഇതോ വെള്ളം പോണ കണ്ടില്ലേ? ഈ തോട്ടിൽ വന്നിട്ട് വെള്ളം വേനൽക്കാലത്ത് ഉണ്ടാവില്ല, മഴക്കാലത്ത് മാത്രമേ തോട്ടിൽ ഇങ്ങനെ ഒഴുകി പോകുള്ളൂ വെള്ളം. പിന്നെ ഈ തോട്ടിൽ വന്ന് ആരെയും ഇറങ്ങൂല, വല്ല പാമ്പെന്തെങ്കിലും ഉണ്ടാവും. പുല്ലും ചെടിയൊക്കെ മുളച്ച് നിൽക്കല്ലേ, വൃത്തിയാക്കലുമില്ലല്ലോ തോടൊന്നും. അതേപോലെ ജന്തുക്കളുണ്ടാവും വിചാരിച്ചിട്ട് ആരും ഇതിൽ ഇറങ്ങൽ തന്നെ ഇല്ല. ഇതെല്ലാവരും ഇങ്ങനെ കാണും, പോവും, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തത് വീട് പണി നടക്കുന്നിടത്ത് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാം. ഇനി അടുത്ത വീട് പണി നടക്കുന്നിടത്തെത്തി. ഇവിടുത്തെ ചെടികൾ നമ്മൾ ആദ്യം നട്ടുപിടിപ്പിച്ച്. ഇതാണ് വീട് പണി. ഇപ്പോൾ വൈറ്റ് വാഷ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ചെടികൾ ഞങ്ങൾ ചിലവിടെ തെങ്ങ്, കവുങ്ങ്, വാഴ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് മിറാക്കിൾ ചെടി. ഇതിലൊരു ചെറിയൊരു കായ ഉണ്ടാകും. അത് പഴുത്ത് കഴിഞ്ഞാൽ തിന്നാൻ നല്ല രസമാണ്. ആ കായ ഇപ്പോൾ വരുന്നും കൊണ്ട് നിൽക്കണേ ഉള്ളൂ. ചെറുത് കുഞ്ഞു കുഞ്ഞു ഉരുണ്ടിട്ട് കാണില്ലേ, അതാണ് ആ മിറാക്കിൾ കായ. പിന്നെ മുളകിൻ തൈയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കവുങ്ങ് ഇത്രയും വളർന്ന്. ഈ വീട് വെച്ചിട്ട് 2 കൊല്ലം ആവാനായി, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ മൈലാഞ്ചി ചെടി തന്നെത്താനെ വളർന്ന് വന്ന ചെടിയാണ്. അതായത് ഈ 3 സ്റ്റെപ്പില്ലേ ഇവിടെ വീട്ടിൽ കയറുന്നിടത്ത് 3 സ്റ്റെപ്പ് ഉണ്ടല്ലോ, അവിടെ താനെ മുളച്ച് വന്ന ചെടിയാണ്. അപ്പോൾ നമ്മൾ പറിച്ചിട്ട് സൈഡിൽ അങ്ങോട്ട് മാറ്റി നട്ടതാണ്. അതിപ്പോൾ ഇത്രയും വലുതായി. പിന്നെ ഇതാണ് ഇവിടെ തെങ്ങ്, സപ്പോട്ട, മാവ്, മുളകും തൈ, അത് ഈ സൈഡും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടില്ലേ മുളക്, ഇതിൽ കാണുന്നുണ്ടോയെന്നറിയില്ല. പിന്നെ കർമൂസ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പ്ലാവ്, കർമൂസ പറഞ്ഞാൽ പപ്പായ. പിന്നെ ഈ സൈഡൊക്കെ കവുങ്ങ്. പിന്നെ അപ്പുറത്തെ സൈഡ്, ബാക്കത്തെ സൈഡ് വാഴയാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പുറത്തെ സൈഡ് വന്നിട്ട് ഇവിടെ ഒരു മുളകിൻ തൈ, പിന്നെ കവുങ്ങ്, ബട്ടർ മരം, അങ്ങനെ തെങ്ങും തൈ അങ്ങനെയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ സൈഡ്. പിന്നെ ഗായ്സ് ഞാൻ വീടെത്തി. അപ്പം മാങ്ങയും ഉപ്പും മുളകും ഇട്ടിട്ട് സുറുക്കി ഒഴിച്ചിട്ട് തിന്നുകയാണ്.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.